ടൈറ്റിൽ പോസ്റ്റർ മുതൽ റിലീസിന് 2 ദിവസം മുമ്പ് പുറത്തുവിട്ട ടീസറിൽ വരെ കഥയെക്കുറിച്ച് ഒരു സൂചനയും തരാത്ത ചിത്രമായിരുന്നു ഐ നോബഡി. രാജീവൻ എന്ന സാധാരണക്കാരൻ ഒരു വലിയ ബാങ്ക് കൊള്ളയിൽ ഭാഗമാകേണ്ടി വരുന്നതും പിന്നീട് അയാൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ടീസറിൽ കാണിച്ചു പോയത്. എന്നാൽ അതിനുമപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഐ നോബഡി പറഞ്ഞു വെക്കുന്നുണ്ട്. റോഷാക്കിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന സിനിമ ടെക്നിക്കൽ വൈസ് ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമാനുഭവമായിരുന്നു. ഓരോ സീനും ഓരോ ഷോട്ടും ചെറിയൊരു ക്യാമറ ആംഗിൾ വരെ വളരെ ഗംഭീരമായി തോന്നിയ ചിത്രമാണ് ഐ നോബഡി. 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ 2 മണിക്കൂർ 35 മിനിറ്റ് വരെ ഗംഭീരമായിരുന്നു. ക്ലൈമാക്സിനടുത്ത് പൊളിറ്റിക്കൽ സൈഡിലേക്ക് പോയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലോ നഷ്ടമായതായി തോന്നി. എങ്കിലും ഒരിക്കലും ഒരു മോശം സിനിമയായി ഐ നോബഡിയെ കണക്കാക്കാനാകില്ല. നിസാം ബഷീർ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. സിനിമ തുടങ്ങി ടൈറ്റിൽ കാർഡ് എഴുതുന്നത് വരെയുള്ള സമയത്ത് തന്നെ അത് അടിവരയിടുന്നുണ്ട്. നായകനായ പൃഥ്വിരാജിനെ സൈഡാക്കി സംവിധായകനും ക്യാമറാമാനും എഡിറ്ററും മ്യൂസിക് ഡയറക്ടറും അഴിഞ്ഞാടിയ സീക്വൻസ് ആയിരുന്നു ഇത്. പിന്നീട് രാജീവൻ എന്ന കഥാപാത്രത്തിന്റെ കൂടെ നമ്മളും സഞ്ചരിക്കുകയാണ്. അയാളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും സമൂഹം അയാളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും കൃത്യമായി കണക്ട് ആക്കുന്നുണ്ട്. വലിയ റീച്ചുള്ള ഏതെങ്കിലും പരദേശി മലയാളി യൂട്യൂബ് ചാനൽ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന സാധാരണക്കാരെയും അത് ബാധിക്കുന്ന ആളുകളെയും ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ക്യാമറയും ഓൺ ചെയ്ത് പരദൂഷണം പരത്തിവിടുന്ന ആ സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകന്റെ പേര് പോലും തിയേറ്ററുകളെ ഇളക്കിമറിച്ചു. ഇങ്ങനെ വേണം സിനിമ എടുക്കാനെന്ന് പറയാൻ തോന്നിയ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ചിത്രത്തിൻ്റെത്. രണ്ടാം പകുതി ആരംഭിച്ച് ഒരു സമയം വരെ നിലനിർത്തിയ മൊമെന്റവും പിന്നീട് ഫ്ലോ പോയ എൻഡിങ്ങും കുറച്ച് പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഹൂ കെയേഴ്സ് എന്ന് ഉച്ചത്തോടെ പറഞ്ഞ ഒരു ലൈംഗിക കുറ്റവാളിയുടെ റെഫറൻസ് സീന് ക്ലൈമാക്സിനെ ഗംഭീരമാക്കി. അഭിനേതാക്കളുടെ പ്രകടനത്തിന് മുമ്പ് എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡാണ്. ക്യാമറാമാൻ ദിനേശ് പുരുഷോത്തമൻ, എഡിറ്റർ റമീസ്, മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോയ്, ആക്ഷൻ സീനുകൾ കൈകാര്യം ചെയ്ത കലൈ കിങ്സൺ, യാനിക് ബെൻ, അമിത് ജോളി, ഇത്രയും ആളുകൾ ഈ സിനിമയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല. എവിടെയൊക്കെ ക്യാമറ വെക്കാമോ അതെല്ലാം ദിനേശ് പുരുഷോത്തമൻ പരീക്ഷിച്ചിട്ടുണ്ട്. സംവിധായകൻ എന്താണോ മനസ്സിൽ കണ്ടത് അതിനെ കൃത്യമായി അളന്നു മുറിച്ച റമീസിന്റെ കട്ടുകൾ, ട്രാൻസിഷൻ ഷോട്ടുകളുടെ പെരുന്നാളാണ് ഈ സിനിമ. ഒരു നല്ല സിനിമ എങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇതിലെ കട്ടുകൾ. ഹോളിവുഡ് സ്റ്റൈൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജേക്സിന്റെ പെരുപ്പിക്കലും ഗംഭീരം. അടിപൊട്ടണം, അതും നല്ല കിണ്ണം കാച്ചി ഇടി വേണം എന്നാഗ്രഹിക്കുന്നവർക്കും ഐ നോബഡി ഒരു ട്രീറ്റ് ആണ്. ഫസ്റ്റ് ഹാഫിൽ വരുന്ന 2 കിടിലം ഫൈറ്റ് ഈ അടുത്ത് വന്നതിൽ അന്തം വിട്ട് കണ്ടിരുന്നവയാണ്. നടുറോട്ടിലും ലിഫ്റ്റിലും ബസ്സിലും റൂമിലും ഷോപ്പിംഗ് മാളിലും തുടങ്ങി അടിയുടെ ഒരു കലവറയാണ് ഈ സിനിമ. ലിഫ്റ്റ് ഫൈറ്റ് അതിൽ ഒരുപടി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. രാജീവൻ എന്ന കഥാപാത്രമായി വേഷമിട്ട പൃഥ്വിരാജ് ഉള്ളിലെ പേടിയും സന്തോഷവും സങ്കടവും പുറത്തു കാണിക്കാനാകാതെ വീർപ്പുമുട്ടുന്ന സാധാരണക്കാരുടെ പ്രതിനിധിയായി തകർത്തു. കഥാപാത്രത്തെ പൃഥ്വി ക്യാരി ചെയ്ത രീതിയും എടുത്തു പറയേണ്ടതാണ്. ആക്ഷൻ സീനുകളിലും തന്റെ 101% എഫേർട്ട് പൃഥ്വി ഇട്ടിട്ടുണ്ട്. ഏറെ കാലത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ പാർവതിക്കും ഗംഭീര വേഷമായിരുന്നു. ടിപ്പിക്കൽ വീട്ടമ്മയായി ഒതുക്കാതെ ആ കഥാപാത്രത്തിനും കൃത്യമായ സ്പേസ് സംവിധായകൻ നൽകിയിട്ടുണ്ട്. കൂടുതൽ ഈ കഥാപാത്രത്തെ പറഞ്ഞാൽ സ്പോയിലർ ആയിരിക്കും. പൃഥ്വിക്കും പാർവതിക്കും ശേഷം ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയത് ഹക്കീം ഷായ്ക്കാണ്. കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ഗംഭീരമാക്കുന്ന ഹക്കീം ഷാ ഐ നോബഡിയിലും നിരാശപ്പെടുത്തിയിട്ടില്ല. സമീപകാലത്ത് ഓരോ സിനിമയിലും വ്യത്യസ്ത കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ച് ചെയ്യുന്ന അശോകനും ഈ സിനിമയിൽ ഗംഭീരമാക്കി. വന്നു പോകുന്ന സീനിലെല്ലാം നോ ട്രബിൾ പെർഫോമൻസ് ആയിരുന്നു അശോകന്റേത്. ആ കഥാപാത്രത്തിന് നൽകിയ ന്യായീകരണം നല്ലതായിരുന്നു. ശങ്കർ രാമകൃഷ്ണൻ, മധുപാൽ, വിജയരാഘവൻ, നന്ദു, ജിജോയ് രാജഗോപാൽ, സുധി കോഴിക്കോട്, നിശാന്ത് സാഗർ, ഇർഷാദ് അലി, ഖാലിദ് റഹ്മാൻ, സുധി കോപ്പ, സഞ്ജു ഷെവറാൻ തുടങ്ങിയ ആർട്ടിസ്റ്റുകളുടെ വലിയ നിരയാണ് ഈ സിനിമയിൽ. ഓരോരുത്തർക്കും കൃത്യമായ സ്പേസും സിനിമ നൽകുന്നുണ്ട്. പുല്ലും പുൽച്ചാടിയും തവളയും പാമ്പും പരുന്തുമുള്ള ഒരു ഫുഡ് ചെയിനാണ് ഈ സമൂഹം. ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും തല തിന്നേ മതിയാക്കും. തന്നെ ഭക്ഷണമാക്കാൻ നോക്കിയവരുടെ തല തിന്നാൻ തുനിഞ്ഞിറങ്ങിയ രാജീവിന്റെ കഥ തിയേറ്ററിൽ നിന്ന് കണ്ടനുഭവിക്കേണ്ട ഒരു ചിത്രമാണ്.